ഹായ് എവരിബഡി, വെൽക്കം ബാക്ക് ടു ബാൽക്കണി. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് നസ്രൻ നായകനായി വന്ന ഇന്ന് റിലീസായ മോളിവുഡ് ടൈംസ് എന്ന സിനിമയെ പറ്റിയാണ്. നമുക്കറിയാം, മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സ് സംവിധാനം ചെയ്ത അഭിനവ് സുന്ദർ നായകൻ്റെ സിനിമയാണ് മോളിവുഡ് ടൈംസ് എന്നുള്ളത്. അത് തികച്ചും കോൺട്രവേഴ്സി ആയിട്ടുള്ളൊരു മൂവിയായിരുന്നു. അത് കുറേ പേർക്കൊക്കെ ഇഷ്ടമാണ്, കുറേ പേർക്കൊക്കെ ഇഷ്ടമല്ല. അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് മൂവിയാണ്. അത് നമുക്ക് കുറേ പേർക്കൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല ഇപ്പോഴും ആ മൂവി എന്ന് പറയുന്നത്. പക്ഷേ മോളിവുഡ് ടൈംസിലേക്ക് വരുമ്പോൾ സിനിമയുടെ കഥ പറയുന്ന ഒരു സിനിമയാണ് മോളിവുഡ് ടൈംസ്. സിനിമയുടെ കഥയായതുകൊണ്ട് തന്നെ ഇതിൽ കുറച്ച് എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. ഫിലിമിൻ്റെ അകത്ത് വരുന്ന അടികളും സംഭവങ്ങളൊക്കെ, അതൊക്കെ ഭയങ്കര എന്താ ക്ലിയറായിട്ട് കാട്ടിത്തരാൻ ശ്രമിച്ചിട്ടുണ്ട് സംവിധായകൻ. ഈ സിനിമയുടെ മേക്കിംഗ് ആണ് എടുത്തു പറയേണ്ടത്. മൂന്നിനുണ്ണി അസോസിയേറ്റ്സ് പോലെ തന്നെ മൈൻഡ് വോയ്സിലാണ് ഈ സിനിമ മുമ്പോട്ട് പോകുന്നത്. അതുമാത്രമല്ല, ഈ സിനിമയിൽ നായകൻ്റെ മൈൻഡ് വോയ്സ് അല്ലാതെ തന്നെ കുറേ അധികം മൈൻഡ് വോയ്സ് വേറെ കുറേ വരും. അത് ഭയങ്കര ഗംഭീരമായിട്ടുണ്ട് ആക്ച്വലി. പക്ഷെ അത് വരുന്നത് കുറേയൊക്കെ എന്താ പറയുക, തെറികളൊക്കെ ആയിട്ടാണ് വരുന്നത്. സോ അതുകൊണ്ട് ചിലർക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല ആ തെറികളും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട്. ഈ പടത്തിൻ്റെ മേക്കിംഗ്, സിനിമാറ്റോഗ്രാഫി, മ്യൂസിക് എല്ലാം വളരെ ഗംഭീരമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നിയൊരു പോരായ്മ എന്ന് പറയുന്നത്, ഈ പടം ഒരു 2.25 മണിക്കൂറിൻ്റെ അടുത്തുണ്ട് ഈ മൂവി. സോ അതൊന്ന് കുറച്ചിരുന്നെങ്കിൽ ഒന്നുകൂടിയും അടിപൊളിയാവും എന്നെനിക്ക് ഫീൽ ചെയ്തു. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിൽ അഭിനയിച്ചുള്ള ആൾക്കാരാണ്. നസ്രാൻ്റെ ഗംഭീര ഒരു പെർഫോമൻസാണ് ഈ സിനിമ കാഴ്ചവെക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ അഭിനയിച്ചുള്ള ബാക്കിയുള്ള ആൾക്കാർ എല്ലാവരും വന്നിട്ട് ഗംഭീര പെർഫോമൻസാണ് തന്നു പോയിട്ടുള്ളത്. ഈ അടുത്തിടെ ഇറങ്ങിയ ഒരു കോമഡി ഡ്രാമ ചിത്രം എന്ന രീതിയിൽ വേറിട്ട് നിൽക്കുന്ന ഒരു സിനിമയാണ്. സോ എല്ലാവരും പോയി തിയേറ്ററിൽ കാണാൻ നല്ലൊരു മൂവിയാണ്. സോ സീ ഓൺ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.